ഇവിടെ വാടി. നീ എന്റെ പെണ്ണാണ്. ഇനി എല്ലാവരും നിന്നെ അങ്ങനെ കാണാവൂ. അച്ചൂട്ടിയുടെ പെണ്ണ്. കരയുന്നു. മോളെ, ചേച്ചി ഇരുന്നു. ദൈവം നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും തരട്ടെ. അച്ചൂട്ടി, ഇവൾ നിനക്ക് കിട്ടിയ മഹാഭാഗ്യ. ഇവളുടെ കണ്ണ് നിറയാൻ ഒരിക്കലും നീ ഇടവരുത്തരുത്. എന്തിനാ ഇത്? എനിക്ക് നേരത്ത് ഇതൊന്നും കുടിച്ച് ശീലമില്ല. അതറിയാം, പക്ഷേ ഈ രാത്രിക്ക് ഇങ്ങനൊരു ചടങ്ങുണ്ട്. ചടങ്ങോ? ഇത് കുടിച്ചേ പറ്റൂ. അതെന്തിനാ ബാക്കി കുടിക്കുന്ന? വേറെ പാലില്ല ഇവിടെ. അതങ്ങനെയാ. ഈ മുഖത്തിന് ഇതാ ചേരുന്നത്. ആണല്ലേ? അച്ചൂട്ടി ആരായി പേരിട്ടത്? അറിയില്ല. ഓർമ്മ വെച്ച് നാണുപോലെ എല്ലാരും എന്നെ അങ്ങനെ വിളിക്കുന്നത്. അച്ചൂട്ടി. ഞാൻ അങ്ങനെ വിളിക്കില്ല. ഞാൻ അച്ചുവേട്ടാന്ന് വിളിക്കട്ടെ? അച്ചുവേട്ടൻ, അച്ചുവേട്ടൻ. ഒന്ന് വിളിച്ചേ. അച്ചുവേട്ടാ. ഒന്നുകൂടി വിളിച്ചേ. അച്ചുവേട്ടാ. അച്ചുവേട്ടാ. അങ്ങോട്ട് ആഞ്ഞു തള്ളടോ. സൂക്ഷിച്ച് സൂക്ഷിച്ച്. നോക്കി നിൽക്കാതെ സാധനങ്ങളൊക്കെ ഇറക്ക്. അടുത്ത ലോൺ എടുത്തു വാ. ഇതാണ് നമ്മുടെ വീട്ടുടമസ്ഥൻ, സാക്ഷാൽ അവറാച്ചൻ മുതലാളി. വീട്ടുടമസ്ഥൻ വേറേ ഉള്ളൂ. വാടകാന്ന് പറഞ്ഞ ഇവിടുന്ന് ഒറ്റ പൈസ കിട്ടാറില്ല. പഞ്ഞന്തൂറിൽ നിർത്തിക്കൂടെ മുതലാളി? കുളിമുറി എവിടെയാ കെട്ടണ്ടേ? കുളിമുറിയോ? അച്ചൂട്ടി ഇന്ന് രാവിലെ വന്ന് പറഞ്ഞേച്ച് പോയതാ. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ കുളിമുറി ഉണ്ടായിരിക്കണം.
എവിടെയാ സ്ഥലം എന്ന് വെച്ചാൽ വേഗം അങ്ങോട്ട് കാണിച്ചു കൊടുക്കും ഞങ്ങളെ കെട്ടി തുടങ്ങിക്കോട്ടെ. ബുദ്ധിമുട്ടില്ലെങ്കിൽ വീടിന്റെ പുറകിൽ കെട്ടിയാ മതി. ഓ പിന്നൊരു കാര്യം, എന്റെ കഷ്ടകാലത്തിന് മോക്കൊരു പൂതി കേറിയിട്ട് ഇവിടെ ഒരു ബെഡ്റൂം കെട്ടണമെന്നോ സ്വിമ്മിംഗ് പൂള് പണിയണമെന്നൊന്നും പറഞ്ഞേക്കല്ലേ, ഞാൻ കുത്തുപാള എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു യോഗം ജാതകത്തിൽ ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കും മുതലാളി. ഓ നിന്റെ കരുനാക്കൊന്നും പറയാതെ അട്ടപ്പാടി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഇതവിടെ കൊടുത്താൽ മതി. ഇന്റർവ്യൂ ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. വലിയ ഉപകാരം. ആ. വരട്ടെ. വല്ലതും നടക്കോ? എവിടെ നിന്ന് ആര് സേതുരാമൻ സാറോ? നിങ്ങളൊന്ന് പുറത്ത് നിൽക്കണേ, ഞങ്ങൾക്ക് അല്പം സംസാരിക്കാനുണ്ട്. സാർ ഇരിക്കൂ. സത്യത്തിൽ 10 മണി മുതൽ സേതു സാറിനെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അത് കാരണം 2-3 പ്രോഗ്രാം ഉണ്ടായത് ക്യാൻസൽ ചെയ്തു. കുടിക്കാൻ എന്താ ചായ, കാപ്പി? ചാക്കോ വേണ്ട, താനിപ്പോ പഴയ തിരുവമ്പാടിയല്ലല്ലോ, വളരെ തിരക്കുള്ള മന്ത്രിയല്ലേ. സാറ് വന്നത് മെറൈൻ ഡ്രൈവിലെ ആ പ്ലോട്ടിന്റെ കാര്യം തനിക്ക് കൂടെ അറിയാവുന്നതല്ലേ. അവിടെയാണല്ലോ നമ്മളൊരു ഷോപ്പിംഗ് കോംപ്ലക്സും പിന്നെ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ പറ്റിയ കേരള സ്റ്റൈൽ കുറെ കോട്ടേജുകളും പ്ലാൻ ചെയ്ത്. അത് തന്നെ. പക്ഷെ ആ പ്രോജക്റ്റിന്റെ പ്ലാൻ കഴിഞ്ഞ മിനിസ്ട്രിയുടെ കാലത്ത് 2 തവണ തള്ളിയതാണ്. അത് നമ്മൾ ഉടനെ സാങ്ഷൻ ആക്കി എടുക്കണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എന്റെ പ്ലോട്ടിന്റെ അടുത്തുള്ള ആ ചേരി ഉടനെ ഒഴിപ്പിച്ചു കിട്ടണം. നല്ല കണ്ണായ സ്ഥലമാണ്. സെന്റിന് 20 ലക്ഷം രൂപ വരെ അവിടെ വിലയുണ്ട്. താനെന്ത് പറയുന്നു? സാറ് വന്ന് എന്തു പറഞ്ഞാലും ഒരക്ഷരം എതിര് പറയാതെ അത് നടത്തിത്തരാൻ കടപ്പെട്ടവനാണ് ഞാൻ. പക്ഷേ ഞാനൊരു ക്ലീൻ ഇമേജ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. പറയുന്നതുകൊണ്ട് സാറിന് വിഷമം തോന്നരുത്. 2 തവണ റിജക്ട് ചെയ്ത പ്ലാൻ വീണ്ടും തിരികെ കയറ്റി സാങ്ഷൻ ആക്കാന്നൊക്കെ പറഞ്ഞ എന്നെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ആ ചേരി അതവിടുന്ന് പൊളിച്ചു മാറ്റിയാന്ന് പറഞ്ഞ അതെന്റെ വോട്ട് ബാങ്കാണ്. അവരെ പിണക്കിയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ തെണ്ടേണ്ടി വരും. ഇനിയും കൂടുതൽ ചേരികൾ എങ്ങനെ സൃഷ്ടിക്കാമെന്നതിനെ കുറിച്ചാ എന്റെ പാർട്ടി ഞാനും ആലോചിക്കുന്നത്. അതൊക്കെ പാർട്ടി പ്രശ്നങ്ങളാ. പിന്നെ പേഴ്സണലായിട്ട് പറഞ്ഞാൽ എന്റെ ഇന്നത്തെ പൊസിഷൻ, ഇമേജ് അതൊക്കെ പണയപ്പെടുത്തി എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എടോ തിരുവമ്പാടി, നിന്റെ ഇന്നത്തെ പൊസിഷൻ, ഇമേജ് ഇതൊക്കെ തനിക്ക് എവിടെ നിന്ന് കിട്ടി? ഒരു സുപ്രഭാതത്തിൽ ആകാശത്ത് നിന്നും പൊട്ടി വീണതാണോ? നിന്റെ പാർട്ടിക്കാർ നിന്നെ കറിവേപ്പല പോലെ വലിച്ചെറിഞ്ഞപ്പോൾ ലക്ഷങ്ങൾ വീശി എറിഞ്ഞ് നിന്നെ എവിടെ എത്തിച്ചത് ഈ സേതുരാമയ്യരാ. അത് നീ മറക്കരുത്. സാറിനെ മറന്നുകൊണ്ട് സംസാരിച്ചതല്ല ഞാൻ. എന്റെ നിലനിൽപ്പ് ഞാൻ നോക്കിയില്ലേ പറ്റൂ. നിന്റെ നിലനിൽപ്പ് ഈ സേതുരാമയ്യർക്ക് നിന്റെ മന്ത്രിക്കസേര എഴുതാൻ അറിയാമെങ്കിൽ അത് നിറക്കാനും അറിയാം. സേതുരാമയ്യരുടെ ഈ ചിരിക്കുന്ന മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. സേതുരാമയ്യർ ആരാണെന്ന് നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. അച്ചൂട്ടി ഒന്ന് വീശിക്കോ. വേണ്ട, ഞാൻ അതൊക്കെ നിർത്തി. അച്ചൂട്ടി, നമ്മൾ തമ്മിലുള്ള പിണക്കമൊക്കെ എങ്ങ് കളയണം. എനിക്ക് വേണ്ടി നീ ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, അതൊന്നും ഞാൻ മറക്കില്ല. ഇത് പറയാനാണോ സേതുരാമ മുതലാളി എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? കാര്യം തുറന്നു പറയാലോ. ഇട്ടിച്ച മുതലാളിക്ക് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാ. നിന്റെ വീട്ടിലൊരു പെൺകുട്ടിയെ താമസിപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടു. അവളെ കുറിച്ച് അറിയാനാ നിന്നെ കൂടി വിളിപ്പിച്ചത്. ദാ 1000 രൂപയുണ്ട്. ഇന്ന് രാത്രി അവളെ നീ എന്റെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവരണം. 1000 രൂപയോ? പോരെങ്കിൽ നീ പറ. ദാ 5000 രൂപയുണ്ട്, മതിയാ? നിനക്ക് ഞാൻ 5100 രൂപ തരാം. ഇന്ന് രാത്രി നിന്റെ ഭാര്യ എന്റെ വീട്ടിലെത്തിക്കാവോ? ഞാൻ പറഞ്ഞപ്പോ നിനക്ക് നൊന്തു അല്ലേ? ദേ അച്ചൂട്ടിയെല്ലാം നിർത്തിയിരിക്കുക. എല്ലാം കാണായിരുന്നു. നീ അവിടെ നിന്നേ. ഇട്ടിച്ചൻ പറഞ്ഞത് നീ കാര്യമാക്കണ്ട. എന്റെ ഭാര്യയാണെന്ന് അറിയാതെ പറഞ്ഞതല്ലേ? അതെ, നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വിളിപ്പിച്ചത്. നീ വന്നേ. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. വർഗീസ് തിരുവമ്പാടി, ആ പേരിന് പോലും അവൻ എന്നോട് കടപ്പെട്ടിരിക്കുന്നു. ഏതോ പൂഞ്ഞാറിലോ കരിങ്ങാൻ തുരുത്തിയിലോ കിടന്ന ഒരു മണ്ണുണ്ണിയെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി വരെ ആക്കിയതിന്റെ പിന്നിൽ സേതുരാമയ്യരുടെ ബ്രെയിനായിരുന്നു.
ഇപ്പോ അവനെല്ലാം മറന്നിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ ഈ സേതുരാമയ്യർക്ക് കഴിയില്ല. വരുന്ന 13-ാം തീയതി അവിശ്വാസ പ്രമേയമാണ്. തിരുവമ്പാടിയുടെ 2 MLA-മാരെ 2 ദിവസത്തിനകം നീ ഇവിടെ എത്തിക്കണം. അവന്റെ മന്ത്രി കസേര അതൊടിഞ്ഞു വീഴുന്നത് എനിക്ക് കാണണം. സിന്ധു 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 ഉറങ്ങായിരുന്നു. എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുക? ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. അവിടെ ഇരിക്കേ. എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ഇവിടെ ഒറ്റയ്ക്കാന്ന് അച്ചേട്ടൻ അറിയില്ലേ? അതാണോ? ദേ ഇത് പിടിക്കേ, എന്നിട്ട് എത്രയുണ്ടെന്ന് എണ്ണി നോക്ക്. പിടിക്കുന്നേ. ആരുടെ ജീവന്റെ വിലയായത്? ഇതുവരെ ഞാൻ ആരെയും കൊന്നിട്ടില്ല. അതിന്റെ പേരിൽ ഒരു ചില്ലിക്കാശ് വാങ്ങിയിട്ടുമില്ല. മനസ്സിൽ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലായിരുന്നു. ഇപ്പോ ജീവിക്കണമെന്നൊരു തോന്നൽ. ദൂരെ എവിടെയെങ്കിലും പോയി കുറച്ച് സ്ഥലം വാങ്ങണം. എന്നിട്ടതിൽ ചെറിയൊരു വീടുണ്ടാക്കണം. അവിടെ നീയും നമ്മുടെ കുഞ്ഞും പിന്നെ ഞാനും. എന്താ? വേണം, എല്ലാം വേണം. പക്ഷെ അതൊക്കെ നേരായ മാർഗത്തിലൂടെ സമ്പാദിച്ച പണം കൊണ്ടായിരിക്കണം. അച്ചേട്ടന്റെ കയ്യിൽ